നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. മൈനാഗപ്പള്ളിയിലെ പട്ടിണി മരണം. പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് CPM മാർച്ച്. അതിദരിദ്ര പട്ടിക രാഷ്ട്രീയ നേട്ടത്തിനായി അട്ടിമറിച്ചെന്ന് CPM. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യം. യൂത്ത് ഫ്രണ്ട് M റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ജംഗ്ഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യം. ഷാഫി പറമ്പിൽ MPയെ മർദ്ദിച്ച സംഭവം. ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് CPM മാർച്ച് നടത്തി. മൈനാഗപ്പള്ളി പഞ്ചായത്ത് അംഗം സെയ്ദിന്റെ വീട്ടിലേക്കായിരുന്നു മാർച്ച്. നായ ഭക്ഷിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അതിദരിദ്ര പട്ടികയിൽ രാധാകൃഷ്ണപിള്ളയെ ഉൾപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. പട്ടിണി മരണത്തിന്റെ ഉത്തരവാദി പഞ്ചായത്ത് അംഗമാണെന്ന് CPM ആരോപിച്ചു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 2ാം വാർഡിലുണ്ടായ പട്ടിണി മരണത്തിന്റെ ഉത്തരവാദി പഞ്ചായത്ത് അംഗമാണെന്ന് ആരോപിച്ചാണ് CPMന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും കൈമുതലാക്കിയ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ UDF ഭരണത്തിന് അർഹിവിരുദ്ധമേ. പഞ്ചായത്ത് അംഗം രാജിവെക്കുക, സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്തുക, പഞ്ചായത്ത് അംഗത്തിനും ഭരണസമിതിക്കുമെതിരെ കേസെടുത്ത് അന്വേഷിക്കുക, അതിദരിദ്ര പദ്ധതി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അട്ടിമറിച്ചവർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു CPMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഏരിയ കമ്മിറ്റി അംഗം S സത്യൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണപിള്ളയെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുവാനുള്ള പരിശ്രമം മെമ്പർ എന്നുള്ള നിലയിൽ, പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീ സെയ്ദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അത് അങ്ങേയറ്റത്തെ വീഴ്ചയാണ്. തെരഞ്ഞെടുപ്പിൽ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനം അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കണ്ടേ? ആകാശം മുട്ട് ബോർഡുണ്ടാക്കി വെച്ചിട്ട് ഞാൻ സമാനതകളില്ലാത്ത വികസനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് അവകാശപ്പെടുന്നുകൊണ്ട് വല്ല അർത്ഥമുണ്ട്? നമ്മുടെ മുന്നിൽ കാണുന്ന, കണ്ണിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ അത് യാഥാർത്ഥ്യങ്ങളാണെങ്കിൽ യാഥാർത്ഥ്യങ്ങളായി തന്നെ ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധിയുടെയും കയ്യിൽ നിന്നൊന്നും കൊടുക്കണ്ട. ഗവൺമെന്റ് 1682 കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഈ K4 പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അൻസർ ഷാഫി, T മോഹനൻ, കമൽദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രവാസി ഫെഡറേഷൻ കുടുംബ സംഗമത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മൈനാഗപ്പള്ളിയിൽ നടത്തി. സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് മൈനാഗപ്പള്ളിയിൽ കുടുംബ സംഗമത്തിന് തുടക്കം കുറിച്ചത്. പ്രവാസി ഫെഡറേഷന്റെ കുടുംബസംഗമങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് മൈനാഗപ്പള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത്. പ്രവാസി ഫെഡറേഷൻ സംസ്ഥാനമൊട്ടാകെ വിപുലമായി നടത്തുന്ന കുടുംബസംഘങ്ങളുടെ തുടക്കം കുറിച്ചാണ് മൈനാഗപ്പള്ളിയിലും സംഗമം നടത്തിയത്. പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റ് P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. ജോലി പറഞ്ഞതുപോലെ എല്ലാത്തിനും വിഷയം 8 മണിക്കൂർ ജോലി, 6 മണിക്കൂർ ജോലി, ശമ്പളം ഇത്ര, ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പറഞ്ഞതൊന്നും ചിലപ്പോൾ ഉണ്ടാവുന്നില്ല. ചിലപ്പോഴും ചതിയിൽപ്പെടുന്ന ആളുകൾ എണ്ണത്തിൽ നമുക്ക് വർധനവുണ്ടായിരുന്നു. അത് മാത്രമല്ല, പ്രവാസികളായിട്ടുള്ള ആളുകളുടെ പ്രശ്നം വളരെ സങ്കീർണമാണ്. എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാവരും ചെറുപ്പകാലത്ത് അവർ പോയി അവിടെ അധ്വാനിക്കുകയാണ്. ഭാര്യയും മക്കളും അമ്മയും അച്ഛനും അല്ലെങ്കിൽ എത്ര ബന്ധപ്പെട്ടവർ നാട്ടിലായിരിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന സ്ഥിതി അത്ര എളുപ്പമല്ല അല്ലെ? അവരൊരു മാനസികാവസ്ഥയിൽ എനിക്ക് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും അവരുടെ വിവാഹ ജീവിതത്തിൽ ഒരുമിച്ചുള്ള ജീവിതം, ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് തന്നെ പ്രശ്നമാണ്. അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ നമുക്ക് എപ്പോഴും ഏറ്റവും നല്ല സമയം കുട്ടികളോട് ലാളിച്ച് കഴിയാനുള്ള സമയം എന്നൊക്കെ നമുക്കറിയാം അല്ലെ? നമ്മുടെ ചെറുപ്പത്തിലാണ് അത്തരം സന്ദർഭങ്ങളൊക്കെ ലഭിക്കാതെ പോകുന്നവരാണ് അധികവും. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G ലാലു അധ്യക്ഷത വഹിച്ചു. A അബ്ദുൾ റഷീദ് സ്വാഗതം പറഞ്ഞു. PS സുബാലി MLA വിദ്യാർത്ഥികൾക്ക് അനുമോദനം നിർവഹിച്ചു. E ടൈസൺ മാസ്റ്റർ MLA പ്രവാസികളെ ആദരിച്ചു. RS അനിൽ, K ദിലീപ്, KC സുഭദ്രാമ, അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം, A സുലൈമാൻ നിലമേൽ, U ഷമീർ, TA തങ്ങൾ, SM ഹനീഫ, M വിജയകൃഷ്ണൻ, പ്രൊഫസർ S അജയൻ, KS ബാലൻ, R ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ, R രഞ്ജു, P ശിവപ്രസാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി.
പ്രവർത്തകർ KP റോഡ് ഉപരോധിച്ചു. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത്. ഷാഫി പറമ്പിൽ MPയെ പോലീസ് മർദ്ദിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് നൂർനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചാരുമൂട് ജംഗ്ഷനിൽ അവസാനിച്ചു. തുടർന്ന് KP റോഡ് പ്രവർത്തകർ ഉപരോധിച്ചു. റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് നൂർനാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് G. ഹരിപ്രകാശ്, താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. വേണു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി രാജൻ പൈനുമൂട്, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സാദിഖ്, സജീവ് പൈനുമൂട്ടിൽ, PB ഹരികുമാർ, ഷാജി ഖാൻ, VR സോമൻ, സുരേഷ് കുമാർ കൃപ, PM ഷെരീഫ്, ജയചന്ദ്രൻ പിള്ള, അച്ഛൻ കുഞ്ഞ്, ശിവൻപിള്ള, നസീർ സിദാർ, റെനി തോമസ്, ഉനൈസ്, അബ്ദുൾ ജബ്ബാർ, വിജയൻ പിള്ള, കവിത സുരേഷ്, മാജിദ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ഓച്ചിറ വയനകം തട്ടകത്തിന്റെ ഗീതാ സലാം സ്മാരക പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായി. ഈ മാസം 15 വരെയാണ് നാടകോത്സവം നടക്കുന്നത്. തോപ്പിൽ ഭാസി സ്മാരക അവാർഡും സമ്മാനിച്ചു. ഓച്ചിറ വയനകം തട്ടകത്തിന്റെ നേതൃത്വത്തിലാണ് ഗീതാ സലാം സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവത്തിന് തുടക്കമായത്. പ്രൊഫഷണൽ നാടകരംഗത്തെ അമൂല്യ സംഭാവനയ്ക്ക് തട്ടകം ഏർപ്പെടുത്തിയിട്ടുള്ള തോപ്പിൽ ഭാസി സ്മാരക അവാർഡും സമ്മാനിച്ചു. CR മഹേഷ് MLA നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് രാഷ്ട്രീയത്തിലും ഏത് ജാതിയിലും ഏത് മതത്തിലും വിശ്വസിക്കുമ്പോഴും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റൊരു വിശ്വാസക്കാരനെ ചേർത്ത് പിടിക്കുന്ന, അവനുമായി അടുത്തിരിക്കുന്ന, അവനുമായി സഹകരിക്കുന്ന മനുഷ്യരുടെ ഇടം നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണിയാണ്. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കട്ടെ, എല്ലാവരുടെയും വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. പക്ഷേ മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഗുണകരമല്ലാത്ത ജാതിയും മതവും നാം ശ്വസിക്കുന്ന വായുവിൽ പോലും കടത്തിവിടുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഗുണകരമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അഡ്വക്കേറ്റ് N. അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേരളം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്നത് കൊണ്ട് നവംബർ മാസം പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറെ തിരക്കുള്ള മാസമായി മാറുമെന്ന് കണ്ടുകൊണ്ടാണ് ഒരു മാസം മുന്നേ ഈ നാടകോത്സവം സംഘടിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. അതിൻ്റെ പോരായ്മകൾ ഈ നാട്ടിലെ ജനങ്ങൾ പരിഹരിക്കുമെന്ന് തന്നെയാണ്. തോപ്പിൽ ഭാസി സ്മാരക പുരസ്കാരം ചെറുനീർ ജയപ്രസാദിന് സമ്മാനിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി ആദരവ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, മദർ തെരേസ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ PB. സത്യദേവൻ, മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് BS. വിനോദ, അഡ്വക്കേറ്റ് G. ഗോപകുമാർ, G. സത്യൻ തോട്ടത്തിൽ, പ്രൊഫസർ A. ഗോപിനാഥൻ പിള്ള, അമ്പാട്ട് അശോകൻ, എലമ്പടത്ത് രാധാകൃഷ്ണൻ, മെഹർഖാൻ ചേന്നല്ലൂർ, M. റഷീദുകുട്ടി, K. മോഹനൻ, റെജി ആർ കൃഷ്ണ എന്നിവർ പങ്കെടുത്തു. നാടകോത്സവം 15-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കേരള യൂത്ത് ഫ്രണ്ട് M. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി കായംകുളം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കായംകുളം റെയിൽവേ ജംഗ്ഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. രാജധാനിക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കുക. റെയിൽവേ സ്റ്റേഷൻ നവീകരണം ഉടൻ പൂർത്തിയാക്കുക. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും റെയിൽവേ ജംഗ്ഷന്റെ നവീകരണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കേരള യൂത്ത് ഫ്രണ്ട് M. കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റെയിൽവേ ജംഗ്ഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ജംഗ്ഷൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും റെയിൽവേ സ്റ്റേഷന് അതിന്റെ യാതൊരു അംഗീകാരങ്ങളും ലഭിച്ചിട്ടില്ലെന്ന് യൂത്ത് ഫ്രണ്ട് കുറ്റപ്പെടുത്തി. ആവശ്യങ്ങൾ ദ്രുതഗതിയിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് രാജ്യസഭാംഗം ജോസ് കെ മാണി മുഖേന നിവേദനം നൽകുമെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത യൂത്ത് ഫ്രണ്ട് M. സംസ്ഥാന ജനറൽ ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. യൂത്ത് ഫ്രണ്ട് ആവശ്യപ്പെടുന്നു, ഈ ദീർഘദൂര ട്രെയിനുകൾക്കെല്ലാം ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കണം. രാജധാനിയും വന്ദേ ഭാരതും ഉൾപ്പെടെയുള്ള ഏതാണ്ട് 12ഓളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പില്ല എന്നുള്ളത് വലിയ വിഷയമായി കേരള യൂത്ത് ഫണ്ട് മുൻപ് ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നടക്കുന്ന സമരങ്ങൾ, ബാക്കി സമരങ്ങൾ നമ്മൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു കായംകുളത്തെ റെയിൽവേ ആക്ഷൻ കൗൺസിലിലെ
ഭാരവാഹികൾ ഇവിടെ കഴിഞ്ഞ ദിവസം വന്ന് കാത്തുനിന്നു. റെയിൽവേയുടെ സദേൺ റെയിൽവേയുടെ റീജിയണൽ മാനേജർ കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി. പക്ഷേ അവരൊന്നും അവിടെ നിർത്താതെ പോലും കായംകുളത്തെ അവഗണിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി അത് ഇവിടെ ഒന്ന് നിർത്തി അവരെ ഒന്ന് കാണാനോ അവരുടെ എന്തെങ്കിലും നിവേദനങ്ങൾ സ്വീകരിക്കാനോ തയ്യാറാകാതെ കടന്നുപോയി. അജു ജോൺ സക്കറിയ അധ്യക്ഷത വഹിച്ചു. ഷെറിൻ സുരേന്ദ്രൻ ആമുഖപ്രസംഗം നടത്തി. ഷിജു വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി. ആർ ഹരിദാസ്, ശശി മാത്യു, സന്ദീപ് വർഗീസ്, ജോർജ് ജോൺ, ഷിനു ഐസക്, ബിജിൻ ജി വർഗീസ്, മോബിൻ മോൻസി, ആദിത്യൻ ഹരിദാസ്, അജാക്സ് മോഹൻ, ഷിജു എൻ കെ, രജീഷ് എം, മെൽബിൻ, മോൻസി, അജേഷ് കുമാർ, സഹീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇത് എത്രയും പെട്ടെന്ന് നവീകരിച്ച് ജനങ്ങളുടെ ദുരിതം ഒഴിവാക്കുക. കായംകുളം ജംഗ്ഷൻ മെയിനായിട്ടുള്ള ജംഗ്ഷനാണ്. അതായത് വന്ദേ ഭാരത് അവിടെ തുടങ്ങി തിരുവനന്തപുരം, കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്ന ആലപ്പുഴയാണ്. നമുക്കെന്താണ് ഗുണമുള്ളത്? ഒരു ഗുണമില്ല. ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരം നടത്തുക. ന്യൂസ് ബ്യൂറോ, കായംകുളം. ഉദ്യോഗസ്ഥരുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി പി പ്രസാദ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചക്രവർത്തിമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് മന്ത്രി പി പ്രസാദ്. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് മന്ത്രി പി പ്രസാദ് രൂക്ഷമായി വിമർശിച്ചത്. ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ചക്രവർത്തിമാരെ പോലെയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നൂറിനാട് മറ്റപ്പള്ളി ഏലായിൽ സോളാർ ഫെൻസിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2020 മറ്റപ്പള്ളി ഏലായിൽ പന്നി കുത്തി പരിക്കേൽപ്പിച്ച സോമൻ, ഷാജി എന്നിവർക്ക് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു തരത്തിലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള അലംഭാവം നല്ല പറയേണ്ടത്, എന്ത് വാക്കാണ് അതിന് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമീപനം. 2020 സെപ്റ്റംബറിലെ കാര്യത്തിനകത്ത് ഇന്ന് വന്നിട്ടും ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിന് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇന്നതുപോലെ ആയിട്ടില്ല എന്നെല്ലാമാണ്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരു ജനാധിപത്യമായതുകൊണ്ട് എല്ലാം വന്ന് നിൽക്കുന്നതാണ്. ഇവർക്കെല്ലാം വേണേൽ പറയാൻ കഴിയായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പലർക്കും തോന്നലുണ്ടാവും, ഞങ്ങളെല്ലാവരും PSC പരീക്ഷ എഴുതി ജയിച്ച് വന്നു കയറി ഉദ്യോഗസ്ഥരായിരിക്കും. അത് കൃഷിയിലായിക്കോട്ടെ, പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ, ഏത് വകുപ്പിൻ്റെ ആയിക്കോട്ടെ. ഞങ്ങൾ PSC പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ കയറി ജോലിക്ക് കയറി, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ്. ഒക്കെ അത്രയും കാര്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനൊരു PSC പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഏകാധിപത്യം ഉള്ളിടത്തോ രാജഭരണം ഉള്ളിടത്തോ ഒരു PSCയും ഉണ്ടാവില്ല. ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ഉദ്യോഗ സംവിധാനം ഇങ്ങനെ ഉണ്ടായത്. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഓരോ സെക്ടർ പരിശോധിച്ചാലും, വിദ്യാഭ്യാസമായാലും, കാർഷിക മേഖലയായാലും, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയായാലും, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ കാലഘട്ടത്തിൽ എവിടെ നിന്നെല്ലാം ഫണ്ട് കണ്ടെത്താൻ കഴിയും, ആ ഫണ്ട് കൃത്യമായി കണ്ടെത്തുകയും അത് വിനിയോഗിക്കാനും പാലമേൽ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം. പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം K അജയഘോഷ്, പഞ്ചായത്ത് അംഗം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. നന്ദനയ്ക്ക് കൈത്താങ്ങാകാൻ സ്വകാര്യ ബസ്. തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന രോഗം ബാധിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി നന്ദനയുടെ ചികിത്സയ്ക്കായി സ്വകാര്യ ബസ് കാരുണ്യ യാത്ര നടത്തി. കരുനാഗപ്പള്ളി കുണ്ടറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുൽത്താൻ ബസ്സാണ് കാരുണ്യ യാത്ര നടത്തിയത്. തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന അപൂർവ രോഗം ബാധിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി നന്ദനിയുടെ ചികിത്സയ്ക്കായാണ് കരുനാഗപ്പള്ളി കുണ്ടറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ സുൽത്താൻ കാരുണ്യ യാത്ര നടത്തിയത്. നന്ദനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ തുക ചെലവാകുന്ന സാഹചര്യത്തിലാണ് സുൽത്താൻ ബസ് ജീവനക്കാരുടെ കാരുണ്യ യാത്ര. കരുനാഗപ്പള്ളി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അരുൺ കാരുണ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു കാരുണ്യ യാത്രയാണ് സുൽത്താൻ ഇന്ന് ഓടുന്നത്. 8/10/2025 ബുധനാഴ്ച, അതായത് ഇന്ന് ഓടുന്ന മുഴുവൻ തുകയും ആ ചികിത്സാ സഹായത്തിന് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ യാത്രക്കാരും പിന്നെ അതുകൂടെ മറ്റ് സുഹൃത്തുക്കളും മറ്റ് ആൾക്കാരും ഒരുപാട് സഹായം പിന്തുണകളും ഉണ്ട്. പിന്നെ ഈ നന്ദന എന്ന കുട്ടി, അതായത് മൈനാഗപ്പള്ളി സ്വദേശിയാണ്. അത് ഇതിനുപരി വർഷങ്ങൾക്ക് മുമ്പ് പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു തൊഴിലാളികളുടെ മോളും കൂടിയാണ്. തലച്ചോറിൻ്റെ രക്തം കട്ടിപിടിക്കുന്ന ഒരു മാരകമായ അസുഖമാണ്. അതിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാരുണ്യ യാത്ര
സുൽത്താൻ്റെ ഇതോടെ നമ്മുടെ ഒറ്റ ബസ്, അതായത് കരുനാഗപ്പള്ളി കുണ്ട്ര സർവീസ് നടത്തുന്ന നമ്മുടെ ബസ്സിൽ നിന്ന് അതിനു വേണ്ടിയാണ് ഓടുന്നത്. ഇതിൽ കിട്ടുന്ന മുഴുവൻ തുകയും, അതായത് സ്റ്റാഫുമാരുടെ ശമ്പളം പോലും എടുക്കാതെ മുഴുവൻ തുകയും ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബസ് ജീവനക്കാർ ശമ്പളം കൈപ്പറ്റാതെയാണ് കാരുണ്യ യാത്രയ്ക്കായി സർവീസ് നടത്തിയത്. യാത്രക്കാരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുൽത്താൻ ബസ് ജീവനക്കാർ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ബസ് ഉടമ അൻവർ സുൽത്താൻ പറഞ്ഞു. ഇതിനു മുമ്പും പലതവണ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ രീതിയിൽ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ അതുപോലെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മ, അതായത് ഈ ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മുൻകൈ ഇട്ട് നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫുമാർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. അവരുടെ ഒരു സപ്പോർട്ടും പിന്തുണയും ആണ് ഇതിനകത്ത് മെയിനായിട്ട് എനിക്കുണ്ടായത്. അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഇതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ യാത്രയും പ്ലാൻ ചെയ്തത്. കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച തുക ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നന്ദനയുടെ കുടുംബത്തിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ TB ജംഗ്ഷനിലെ നെഹ്റു മെമ്മോറിയൽ റെസ്റ്റ് ഹൌസ് അപകടാവസ്ഥയിൽ. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ളതാണ് റെസ്റ്റ് ഹൌസ് കെട്ടിടം. വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. പുനലൂർ TB ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള നെഹ്റു മെമ്മോറിയൽ റെസ്റ്റ് ഹൌസ് കെട്ടിടമാണ് അപകടാവസ്ഥയിലുള്ളത്. കെട്ടിടം അടിയന്തരമായി സംരക്ഷിച്ചു നിർത്തിയില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് കാരണമാകുമെന്ന ആശങ്കയുമുണ്ട്. വർഷങ്ങളായി ശരിയായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. കെട്ടിടത്തിന്റെ തൂണുകൾ ദ്രവിച്ച് കമ്പികൾ പുറത്തു കാണുന്ന നിലയിലാണ്. ഭിത്തികളിൽ ആൽമരം കിളിർത്ത് വേരുകൾ ഇറങ്ങി. കട്ടകളുടെ പുറത്തുള്ള സിമന്റ് ഭാഗങ്ങൾ ഇളകി മാറി അപകടകരമായ സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപകടാവസ്ഥയിലായ കെട്ടിടത്തിൽ 15ഓളം വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ലോട്ടറി ഓഫീസ്, ദന്താശുപത്രി, വിവിധ പാർട്ടികളുടെ ഓഫീസുകൾ എന്നിവ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിച്ചിരുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി 3 വർഷം മുമ്പാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. നിരവധി തവണ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പുനലൂരിലെത്തുന്ന വ്യാപാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കുക, മുൻവശത്തെ മുറികൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 1983 നഗരസഭ നെഹ്റു മെമ്മോറിയൽ റെസ്റ്റ് ഹൌസ് ബിൽഡിംഗ് നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മാർക്കറ്റിലെ പൊതുശൗചാലയം പൂട്ടിയതിൽ പ്രതിഷേധം. മീറ്ററുകൾ താണ്ടിയുള്ള പൊതുശൗചാലയത്തെ ആശ്രയിച്ച് വ്യാപാരികൾ. മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതിനെക്കാട്ടി പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പൊതുശൌചാലയം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിച്ചു. N. അജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ശൌചാലയം അടച്ചതിനെ തുടർന്ന് വ്യാപാരികളും മാർക്കറ്റിലെ തൊഴിലാളികളും മാത്രമല്ല മാർക്കറ്റിലെത്തുന്ന പൊതുജനങ്ങളും കനത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മാർക്കറ്റിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പൊതുശൌചാലയം ഇല്ലാത്തതിനാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചില്ലറ വ്യാപാരികളും ഡ്രൈവർമാരും മീറ്ററുകൾ താണ്ടി ദൂരെയുള്ള ശൌചാലയങ്ങളിലാണ് പോകേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ദിവസേന മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ലോഡിംഗ് തൊഴിലാളികൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ രാത്രികാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഞങ്ങളെ 10-40 രൂപയൊക്കെ മുടക്കി കക്കൂസിലൊന്നും പോകാനൊക്കത്തില്ല. ഇവിടെ എത്രയോ വർഷം കൊണ്ട് ഇവിടുന്ന് കച്ചവടം ചെയ്യുന്നവരാ. ബാത്റൂമിൽ പോകാനുള്ള സ്ഥലമില്ല. എല്ലാവർക്കും ഈ ഒറ്റ ബാത്റൂമേ ഉള്ളൂ. ആ ബാത്റൂമിൽ പോകേണ്ട ആവശ്യത്തിന് ഞങ്ങൾ വീട്ടിൽ പോകണമെങ്കിൽ 100, 150, 200 രൂപ മുടക്കി ഞങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്നവർക്കും ഈ വ്യാപാരികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാത്റൂം ഞങ്ങൾക്ക് അത്യാവശ്യം. ഇപ്പോൾ കടക്കാരൊക്കെ ഉണ്ട്, അവർ ഒന്നിനൊക്കെ പോകണമെങ്കിൽ എവിടെ പോകും? ഏതായാലും കടകളിൽ പോകാൻ ഒക്കും. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, പക്ഷെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതിന് ചെറിയൊരു സൗകര്യം മുനിസിപ്പാലിറ്റി ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവരെവിടെ പോകും? ഒന്ന് മൂത്രമൊഴിക്കാൻ പിടിച്ചു നിർത്തുന്ന സാധനമൊന്നും അല്ല ഇത്. പ്രതിഷേധക്കാർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശൌചാലയം അടച്ചുപൂട്ടിയതെന്ന മറുപടിയാണ് ലഭിച്ചത്. മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തി പുതിയ ശൌചാലയം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികളും തൊഴിലാളികളും അറിയിച്ചു. ഞങ്ങൾക്ക് ബാത്റൂമിലും മറ്റു
കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് അസൗകര്യങ്ങളുണ്ട്. അതിന് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഒരു ബാത്റൂം ഞങ്ങൾക്ക് ഇട്ട് തന്നാലേ പറ്റത്തുള്ളൂ. ഈ മാർക്കറ്റിൽ വന്നു പോകുന്നവർക്കെല്ലാം ഈ ബാത്റൂമിന് ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സഹായിച്ചു തന്നാലേ പറ്റും. ഇപ്പോൾ ഒരു 50 രൂപ മുടക്കി വീട്ടിൽ പോകാം. ഡെയിലി 100-150 രൂപ മുടക്കി നമുക്ക് പോകാൻ പറ്റുമോ? അതിനേക്കൊണ്ടുള്ള കച്ചവടമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്താലേ പറ്റും. നമ്മുടെ തന്നെയല്ല, ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഇത് ഒരു അസൗകര്യമായിട്ട് തന്നെ വരുമോ? എല്ലാം കാലേ കൂടെ അരിത്തൂറി കൊടുത്തു പോകുമല്ലേ. ഇവിടെ വരുന്നവർക്ക് 100-200 രൂപ കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ബലമുത്സവം ചെയ്തിട്ട് വരാൻ പറ്റും. ചന്തക്കകത്ത് വന്നിരുന്ന 500 രൂപ കാശ് കിട്ടത്തില്ല. ഈ സാഹചര്യത്തിൽ 100-200 രൂപ മുടക്കി ഈ പ്രസ്ഥാനം ഇട്ടിട്ട് വീട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റുമോ? ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ സൈഡ് കൊണ്ട് ഈ സൈഡിൽ ഒരു സീറ്റ് ഇടക്കിയിട്ട് ഇതിലേക്കൊണ്ടൊരു വൈകി തന്നാൽ എല്ലാവർക്കും സൗകര്യം. ഈ ബസ് സ്റ്റാൻഡുകൾ ചുമട്ടുകാർ, ഈ കിടക്കുന്ന ആട്ടോക്കാർ, ഈ മാർക്കറ്റിലെ കച്ചവടക്കാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഡെയിലി 10, 500, 800, 1000 രൂപ ഇവിടെ വിൽക്കുന്ന സ്ഥാപനമാണ്. ഇത് വിൽക്കുന്നത് കൊണ്ടല്ല, ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ. ഈ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഇത് തുറന്നു തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് CPM. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്ന് CPM പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. പിറവന്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ 5-ാം വാർഡിലെ പെരുന്തോൽ വാർഡിന്റെ ഭാഗമായിട്ട് ചാങ്ങപ്പാറാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് 77 മുമ്പേ ഇവിടെ കുടിയേറ്റ മേഖലയെ ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുക, അതുപോലെ തന്നെ വീട്ടുമൃഗങ്ങളെ വളർത്തി ജീവിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ സുഖമായി പോയ സ്ഥലമാണ്. ഇപ്പോൾ സമീപകാലത്തായി ഈ വന്യമൃഗ ശല്യം കാരണം മൃഗങ്ങളെ ആക്രമിക്കുകയാണ്, അതുപോലെ തന്നെ കൃഷി മൊത്തം നശിക്കുകയാണ്. ജീവിതം ദുസ്സഹമാണ്. ആളുടെ രാത്രി കിടന്നു തുടങ്ങിയാൽ എണ്ണിക്കാൻ കഴിയുന്ന ഉറപ്പില്ല. സന്ധ്യ കഴിഞ്ഞാൽ ആൾ യാത്ര ചെയ്യാറ്. സന്ധ്യയല്ല, പട്ടാപ്പകൽ ഒരു ആനയുടെ വലിയ ശല്യം നിൽക്കുകയാണ്. ഇവിടെ ഈ മേഖലയെ സോളാറും അതുപോലെ തന്നെ കിടങ്ങും അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും അടിയന്തരമായി മാറ്റുകയും വനം മേഖലയും ജനമേഖലയും വേർതിരിക്കുന്നുള്ള സംവിധാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന നിയമം ഏറ്റവും തടസ്സം നിൽക്കുന്ന മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് ജനജീവിതം ഏറ്റവും ദുസ്സഹമായ സാഹചര്യമാണ്. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാവും. കഴിഞ്ഞ പുലർച്ചെ പെരുന്തോയിൽ വാർഡിലെ ചാങ്ങപ്പാറ കുടപ്പാറയിൽ ലക്ഷ്മി നിവാസിൽ ഷിബിയുടെ കിണറ്റിൽ പുലി വീണത നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. കിടങ്ങുകൾ സൃഷ്ടിച്ചും സോളാർ വേലിയും ഹാങ്ങിങ് സോളാർ വേലിയും അടിയന്തരമായി പൂർത്തീകരിക്കണം. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ ഉൾപ്പെട്ട റോഡുകൾക്ക് ഫണ്ട് വെച്ചാൽ വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനാൽ നിർമ്മാണം നടക്കാതെ ലാപ്സാകുന്നു. ഇതിൽ വനംവകുപ്പ് നീതിപൂർവകമായി നിലപാട് സ്വീകരിച്ചാൽ പലയിടങ്ങളിലും വനമേഖലയും ജനവാസ മേഖലയും വേർതിരിയും. വനംവകുപ്പ് കാട് തെളിക്കാത്തതിനാൽ നിലവിലെ കാനനപാതകൾ കാടിമൂടിക്കിടക്കുകയാണ്. 1977 മുമ്പ് കുടിയേറി താമസിച്ച് കൃഷിയും വളർത്തുമൃഗങ്ങളിലൂടെയും ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ജനവിഭാഗങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്യജീവി ശല്യം മൂലം ഏറെ പ്രതിസന്ധിയിലാണ്. വളർത്തുമൃഗങ്ങളെയും നഷ്ടപ്പെടുന്നു. കൃഷി പൂർണ്ണമായും തകർച്ച നേരിട്ട് കർഷകർ ആത്മഹത്യാ മുനമ്പിലാണ്. വന്യമൃഗശല്യത്തിന് ആശ്രയമായി വളർത്തിയിരുന്ന നായ്ക്കളെ പുലി ഭക്ഷണമാക്കിയതോടെ നായ്ക്കളെ വളർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. റബ്ബർ ട്രാപ്പിങ്ങും മറ്റു തൊഴിലുകൾക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. കേന്ദ്ര സർക്കാർ നിലവിലെ നിയമം ജനങ്ങൾക്ക് വേണ്ടി ഭേദഗതി ചെയ്യണം. സോളാർ വേലി, ഹാങ്ങിങ് ഫെൻസിംഗ്, കിടങ്ങുകൾക്കായി MP ഫണ്ട് ഉപയോഗിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കണമെന്നും കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഏരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല നടത്തി. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ ജ്വാല നടത്തിയത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധിച്ചാണ് ഏരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരിയിലേക്ക് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ആലഞ്ചേരിയിൽ നടന്ന പ്രതിഷേധ സംഗമം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്നത് കൊള്ള സർക്കാരാണെന്ന് അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ ആരോപിച്ചു. ശാന്തം ഒരുപോലെ ഈ മോഷണത്തിൽ പ്രതികളാണ്. കള്ളന്മാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കള്ളന്മാർക്ക് നേതൃത്വം കൊടുക്കുന്ന, കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്ന, കള്ളത്തരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കൊള്ള സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറി എന്നതിന് ഉദാഹരണമാണ് ഈ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയുടെ മോഷണം. ഈ മോഷണത്തിൽ കുറ്റക്കാരികൾ 1-ാം പ്രതി പിണറായിയും 2-ാം പ്രതി വാസവനും 3-ാം പ്രതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തുമാണ് എന്ന് തിരിച്ചറിയാൻ ഈ കേരള ജനതയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോ ഒരു പാവപ്പെട്ട പോറ്റിയുടെയും ആ പോറ്റിയുടെ സഹായിയായി നിൽക്കുന്ന പോറ്റിയുടെയും ആ
തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഈ 40 കോടിയുടെ മോഷണം മാറ്റാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അത്തരത്തിൽ ശ്രമം നടത്തുന്ന ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയും നെറുകേടും മോഷണ സ്വഭാവവും തിരിച്ചറിയണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗീവർഗീസ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ ഏരൂർ സുഭാഷ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PB വേണുഗോപാൽ, നെട്ടയം സുജി, ബിജു ഐലറ, പത്തടി സുലൈമാൻ, സത്യരാജൻ, മൻസൂർ, സുബാൻ, ശശിധരൻപിള്ള, റെജി ജോൺ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. വീട്ടിലേക്ക് നടക്കുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. മൈനാഗപ്പള്ളിയിലെ പട്ടിണി മരണം. പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലേക്ക് CPM മാർച്ച്. അതിദരിദ്ര പട്ടിക രാഷ്ട്രീയ നേട്ടത്തിനായി അട്ടിമറിച്ചെന്ന് CPM. വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ദീർഘദൂര ട്രെയിനുകൾക്ക് കായംകുളത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യം. യൂത്ത് ഫ്രണ്ട് M റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ജംഗ്ഷൻ നവീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യം. ഷാഫി പറമ്പിൽ MBയെ മർദ്ദിച്ച സംഭവം. ചാരുമൂട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.